ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 എന്നെ അറിയുന്നവരും അറിയാത്തവരുമായ സഹോദരങ്ങളെ, മിശിഹായുടെ രക്തത്തിൽ പരസ്പരം കരങ്ങളിലൊരു മുദ്രയാർത്തി സുവിശേഷത്തിൻ്റെ ഈ മഹാശുശ്രൂഷയിൽ നമുക്ക് അണിചേരാം. ഹല്ലേലൂയാം. എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയാം. ഞാൻ ഈ സമയം സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം പ്രാർത്ഥിക്കുന്ന എല്ലാ സുവിശേഷ ചാനലുകളെയും, മലയാളത്തിലും പുറത്തുമുള്ള എല്ലാ ലോകൈക ചാനലുകളെയും നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയെ കൂടി എടുത്ത് ദൈവം ഇപ്പോൾ റുഷ്മ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാം. ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന സകല സുവിശേഷ വേലകളും ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ജീവിക്കുന്നവനായ ഈശോമിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാം. വാത്സല്യമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും, പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് ഗാന ശുശ്രൂഷയിലൂടെയുള്ള ദൈവിക വചന ശുശ്രൂഷയെക്കുറിച്ച് പറയുവാനാണ്. സത്യത്തിൽ ഫിലോസഫിയിൽ പഠിച്ചതുപോലെയും പഠിപ്പിച്ചിട്ടുള്ളതുപോലെയും മൈ മൈൻഡ് അബ്സല്യൂട്ട്ലി ഈസ് എ ടാബുള റാസ നൗ. എൻ്റെ മനസ്സ് ഒന്നും എഴുതാത്ത ഒരു ബ്ലാക്ക് ബോർഡാണ്. ഏതെങ്കിലും പറഞ്ഞ് ആരെങ്കിലും വശത്തെടുക്കേണ്ട, പ്രീതിപ്പെടുത്തേണ്ട ഒരു രംഗമായി ഈ മധുബഹയും ഈ ശുശ്രൂഷയും കാണാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരുങ്ങിയിട്ട് മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ എന്തെങ്കിലും പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിസാരനും പൊടിഞ്ഞവനും തകർന്നവനും നിന്റെ കരത്തിൽ നിന്ന് തന്നവനുമായ എൻ്റെ മേലെ ഇറങ്ങി വരുവാൻ ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ യാചിക്കുന്നു. എന്തെന്നാൽ പഠിച്ചതും ഒരുക്കി വെച്ചതുമായ കാര്യങ്ങൾ അപ്പൂപ്പം താടി പോലെ പറന്നു പോയിട്ട് എനിക്കും ഈ സമൂഹത്തിനും വിശിഷ്ടരായി ജനത്തിനും ആവശ്യമുള്ളത് സ്വർഗം നൽകട്ടെ. ഹല്ലേലൂയാ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകം
19-ാം അധ്യായം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. വെളിപാടിൻ്റെ പുസ്തകം കുറേയൊക്കെ സംസാരിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജിനോടും ബിജുവിനോടും ബോണിയോടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അകത്തും പുറത്തുമൊക്കെയായി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും പങ്കുവയ്ക്കുന്ന ഈ സമയത്ത് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഇതാണ് 11 തൊട്ടുള്ള വചനങ്ങൾ. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ, അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് 2 കരങ്ങളും ഉയർത്തി ഈ വചനത്തിൻ്റെ അഭിഷേകവും രഹസ്യവും ഈ സമൂഹത്തിന് വേണ്ടി അഴിക്കാൻ വേണ്ടി അഭിഷേകം ലഭിച്ചിട്ടുള്ള നമ്മുടെ കരങ്ങൾ ഉയർത്തി. നിങ്ങളൊക്കെ ഈ അഭിഷിക്തരെന്നല്ലേ ദൈവം തമ്പുരാൻ പറഞ്ഞത്? അതിനാൽ പ്രിയപ്പെട്ടവരെ, പുരോഹിതരോട് ചേർന്ന്, അഭിഷേകം സഭയിൽ ഔദ്യോഗികമായി നൽകപ്പെട്ടിട്ടുള്ള പുരോഹിതരോട് ചേർന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരമുയർത്തി ഈ വചനത്തിൻ്റെ കൂട് പൊട്ടിച്ച് കർത്താവ് നമ്മുടെ മേലെ ഒരു അഭിഷേകം അയക്കാൻ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലബോ റക്ക ഷഹറ കലഹറ ബുയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതശറ കലഹറ ബുയ. ഇവിടെ ശുശ്രൂഷ വേദിയിൽ ശുശ്രൂഷ ചെയ്ത എല്ലാവരുടെ പ്രവാചകന്മാരുടെ ആത്മാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഔ ഷക്കലഹറ ബുയ ലകറഹറ ബുയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ കർത്താവേ, ഈ വചനത്തിന്റെ ചുരുൾ എനിക്ക് നിവർത്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ സഭയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. പ്രവചന വരമുള്ളവർ പ്രവചിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്താൽ കർത്താവേ, നിന്റെ മഹത്വത്താൽ മുദ്ര ചെയ്യപ്പെടണമേ. ഹല്ലേലൂയ. വിശുദ്ധരും പരിശുദ്ധരുമായ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ഈ വചനം വായിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിസാരപ്പെട്ടവനായി എൻ്റെ ഉള്ളിൽ പറയുമ്പോൾ ഈ ഒരു വചനം ഇതാ എൻ്റെ മനസ്സിലേക്ക് വരുന്ന പ്രിയപ്പെട്ടവരെയും, നീ പ്രഘോഷിക്കുന്ന കർത്താവിൻ്റെ മിഴികൾ തീനാളം പോലെയാണ്. അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. തലയിൽ ഇങ്ങനെ കിരീടങ്ങൾ. ആക്രാന്തമുള്ള അധികാര പ്രേമിയാണോ? സർവ്വ കിരീടങ്ങളും അവൻ്റെ ശിരസിൽ അട്ടിയായി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനും മേലാതെ ഇരിക്കാനും മേലാതെ ഈ അധികാരത്തിൽ സന്തോഷിച്ച് നടക്കുവാൻ ദൈവം അധികാരമോഹിയല്ല. എന്നെ കേൾക്കുന്ന സുവിശേഷക, തീനാളം പോലെ കണ്ണുള്ള കർത്താവിൻ്റെ ശിരസിൽ മിന്നി നിൽക്കുന്ന ആ സുന്ദര മിന്നും കിരീടങ്ങൾ സുവിശേഷകന്റെ തലയിലേക്ക് വെക്കുവാൻ കർത്താവ് വെച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തിയ ഒരു ചിന്ത, പൂർണ്ണനായിട്ട് സുവിശേഷം പറയണോ? സുവിശേഷം പറഞ്ഞ് പൂർണ്ണനാകണോ? ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി ഈ കാലഘട്ടത്തിൽ എനിക്ക് നൽകിയ വ്യക്തിപരമായ ഒരു സമാശ്വാസം, നീ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പരിപൂർണനാക്കപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വാത്സല്യമുള്ളവരെ, കുളിച്ചിട്ട് കൈ കഴുകണോ അതോ കൈ കഴുകിയിട്ട് കുളിക്കണോ എന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കും. രണ്ടും ചെയ്യാം, രണ്ടും അഭികാമ്യമാണ്. എന്നാൽ സുവിശേഷ വേലയിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഭാരവും രോഗവും സഹനവും പ്രലോഭനങ്ങളും വീഴ്ചകളും അനുഭവിക്കുകയും അതാരോടും പറയാതെ ഒതുക്കുകയും വ്യക്തിത്വത്തിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അനുഭവിക്കുകയും ചെയ്യുന്ന സുവിശേഷകരെ, നിങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിസാരപ്പെട്ടവനായ എന്നോടിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറയുന്നു. സുവിശേഷ വേലയിലെ വിഘ്നങ്ങൾ കണ്ടിട്ട് ആരോട് പോയി പറയും ഈ ഭാരങ്ങളൊക്കെ? ഞാൻ ലോകമറിയുന്ന സുവിശേഷകനല്ലേ? ഞാൻ വീണെന്ന് പറഞ്ഞാൽ ആർക്കാരെന്ത് കരുതും? എൻ്റെ പ്രിയപ്പെട്ട മിശിഹായുടെ സുവിശേഷക, നീ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നീ പൂർണ്ണനാക്കപ്പെടും. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, കരങ്ങൾ വീശി ഹല്ലേലൂയാ. വാത്സല്യമുള്ള സഹോദര, ഈശോ മിശിഹായുടെ ശിരസിലിരിക്കുന്ന മിന്നും കിരീടങ്ങൾ ഈ
പടപൊരുതി സുവിശേഷം പ്രസംഗിക്കുന്ന നിനക്കുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി അണിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിലെ ഏക ചോദ്യം ഇതാണ്, സുവിശേഷക, നീ എന്നെങ്കിലും രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വേദി വിട്ട് നീ പോകണം. സുവിശേഷക, രക്തത്തിൽ മുക്കിയ മേലങ്കി നീ ധരിച്ചിട്ടില്ലെങ്കിൽ നീ എവിടം വരെ ആയെങ്കിലും ഈ സുവിശേഷ വേല നീ നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 12-13 വാക്യത്തിൽ നമ്മളെയെല്ലാം ഭരിക്കാനിടയുള്ള സുവിശേഷകന്റെ പൊതുപാപം പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം, എന്തുകൊണ്ടോ വെളിപാടിൻ്റെ ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എളിയവനായ എന്നോട് പറയുന്നു. പ്രിയപ്പെട്ടവരെയും, വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം, നമുക്കും മോഹമുണ്ട്, നമുക്കും കൊതിയുണ്ട്, നമുക്കും ഇഷ്ടമാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നമുക്കും കൊതിയുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്ന ഇന്ന അച്ഛന് ഓ എന്തൊരു ശക്തി, സുവിശേഷം പ്രസംഗിക്കുന്ന ഈ ബ്രദറിന് എന്തൊരു കരുത്ത്, സുവിശേഷം പറയുന്ന ആ സിസ്റ്റർ ഓ ലോകോത്തമയാണ്. സഹോദര, സുവിശേഷം പറയുന്ന സകല നാവുകൾക്കും കേൾക്കാൻ കൊതിയുണ്ടാകാൻ ഇടയുള്ള പാപമാണ് ആകാശത്തിലും ഭൂമിയിലും ഈ 5 വൻകരകളിലും സമുദ്രത്തിലും കടലിൻ്റെ ഇടനാഴിയിലും അടിത്തട്ടിലുമുള്ളവർ തൻ്റെ ശുശ്രൂഷയെ മാനിക്കണം. എന്നാൽ അങ്ങനെ മാനിക്കപ്പെടാൻ രക്തത്തിൻ്റെ മേലങ്കി നീ ധരിക്കണം. എന്തെന്നാൽ വെളിപാട് 5:12, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും മഹത്വവും സ്തുതിയും നേടാൻ അർഹനാകുന്നു. സഹോദര, നീ വർഷങ്ങൾ ശുശ്രൂഷയിൽ ആരോടും അറിയിക്കാതെ കൊതിച്ച ഈ ലോകോത്തരമായ അംഗീകാരം, മനുഷ്യൻ്റെ അംഗീകാരം നീ കൊതിച്ചിരുന്നാൽ അന്ത്യം വരെ നിന്റെ ശുശ്രൂഷയിൽ ദൈവം അഭിഷേകം തരും, നിന്റെ സാക്ഷാത്കാരത്തെ ദൈവം എടുത്തുകൊണ്ടുപോകും. എന്നാൽ നീ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചാൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗമെടുത്താൽ, നീ മുറിഞ്ഞപ്പോൾ ആ ചോര കൊണ്ട് ജനത്തെയും സുവിശേഷത്തെയും ശുശ്രൂഷകളെയും തളിച്ചാൽ, വേണ്ട, നമുക്കിനി എന്തിനാണ് കോലാടിൻ്റെ രക്തം, വല്ലവൻ്റെയും രക്തം, കുഞ്ഞാടിൻ്റെ രക്തം, കാളയുടെ രക്തം നിർത്തണം. അങ്ങനെ ഇന്ന് വരെ ആരാധകനെ രക്ഷിക്കാഞ്ഞ പഴയ ബലികൾ നിർത്തിയിട്ട്, കർമ്മം മുഖാന്തരമുള്ള സുവിശേഷ വേല നിർത്തിയിട്ട്, ആളുകളെ കാണാൻ കിട്ടുമ്പം ഞാനോ നിങ്ങളോ അതിൻ്റെ മുമ്പിൽ മാത്രം നടത്തുന്ന സുവിശേഷ വേല നിർത്തിയിട്ട് രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി എടുത്ത് ധരിക്കണം. അതൊന്നാമതായി ഒരു പടപൊരുതലാണ്. അവനവൻ്റെ അഹങ്കാരത്തോടെ, അവനവൻ്റെ വീഴ്ചകളോടെ സുവിശേഷം പ്രസംഗിച്ച എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ പൗലോസിൻ്റെ സത്യം നിന്റെ ചങ്കെത്തൊടുമ്പോൾ നീ സുവിശേഷകനാകും. ഹല്ലേലൂയാ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 16 മുതൽ 17 വരെ, സത്യം ഞാൻ പറയട്ടെ, ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഉപദേശങ്ങൾ തേടി നടന്നില്ല, വെളിപാടുകൾ തേടി ഞാൻ അലഞ്ഞതുമില്ല, ഞാനേ ശ്രേഷ്ഠരെ കാണാൻ ഓടി നടന്നില്ല, ഞാൻ വെളിപാടുകൾ ചോദിച്ച് അലഞ്ഞു തിരിഞ്ഞില്ല, പിന്നെയോ ഞാൻ കേപ്പായെ പോയി കണ്ടു, ഞാൻ കേപ്പായെ മാനിക്കേണ്ടവനെ മാനിച്ചു, കൂടിയിരുന്നു, സഹവസിച്ചു, അതിലേറെ സമയം ഞാൻ അറേബ്യയിലേക്ക് പോയി ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ കരുണയും നീതിയും ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ, എനിക്കൊരു കാര്യം അറിയാം, ഓടി നടന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചവൻ തന്നെ ആ സുവിശേഷം സാക്ഷിക്കുന്നു. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നൽകാവുന്ന ഏറ്റവും വലിയ സുവിശേഷ വേല, ഒരിക്കൽ വീണുപോയവർ, തകർന്നവർ അവിടെ നിന്ന് കുതിച്ചുയർന്നൊരു പടപ്പുറപ്പാടോ എണീറ്റ് തൻ്റെ ജീവിതം ഒരു പുസ്തകം കീറുന്നത് പോലെ കീറി ജനത്തിന് വലിച്ചെറിഞ്ഞു കൊടുക്കണം, കാണാനും പ്രാർത്ഥിക്കാനും. എന്നിട്ട് പറയണം, ഞാൻ ഭൂമിയിൽ ഏറ്റവും വലിയ പാപിയാണ്. അതെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പൗലോസ്ലീഹ അന്ന് പ്രസംഗിച്ചെങ്കിൽ ഇങ്ങനെ തന്നെ പറയും, എന്നെ കേൾക്കുന്നവരെ, സത്യമായും ഭൂമിയിലെ ഏറ്റവും വലിയ പാപി ഞാനായിരുന്നു, അകാല ജാതനെ എന്നവണ്ണം
ആ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തു, ഞാൻ അത് സാക്ഷിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, വെളിപാട് 5:12 കൊല്ലപ്പെട്ട കുഞ്ഞാടാണോ സുവിശേഷക? നീ കൊല്ലപ്പെട്ടവനാണെങ്കിൽ നിനക്ക് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും മഹത്വവും സ്തുതിയും ആൻഡ് എവറിഥിങ് ഷാൽ ബി ഗിവൺ ടു യു. നീ ആഗ്രഹിച്ചതൊക്കെ ലഭിക്കും. എന്നാൽ അതൊന്നും ചെയ്യാതെ നീ വെളിപാട് 5:13 മോഹിക്കരുത്. സിംഹാസനങ്ങളിലുള്ളവരും ആകാശത്തിരിക്കുന്നവരും ഭൂമിയുടെ താഴെ കിടക്കുന്നവരും സമുദ്രത്തിൻ്റെ ഇടുക്കിലിരിക്കുന്നവരും പോലും നിന്നെ മാനിച്ചു കൊള്ളണം, നീ അറിയപ്പെടണമെന്ന മോഹം നിർത്തിയിട്ട് ആദ്യം നീ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിക്കണം. ജീവിതത്തിൽ ശുശ്രൂഷയിൽ ലഭിച്ച വേദനാജനകവും എന്നാൽ ഇപ്പം നന്ദി പറയാൻ ഇടവരുത്തുന്നതുമായൊരു സംഭവം ഞാൻ ഓർക്കുന്നു. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ബുദ്ധിയെ ഞാൻ കർത്താവിന് കൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരുങ്ങി വളരെ കരുതലോടെ സംസാരിച്ചാൽ എനിക്കിതിൽ നന്നായി ഒരു പക്ഷേ ഭാഷിക്കുവാൻ സാധിച്ചേക്കാം. എന്നാൽ ഞാനിപ്പോൾ സർവ്വമഹത്വവും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ത്രോണോസിന് കൊടുത്ത് സംസാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പണ്ട് ദുഃഖവും ഇന്ന് കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിരിയുമായൊരു സംഭവമുണ്ട്. ഒരിക്കൽ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ ക്യാൻസൽ ചെയ്തു പോയി. അന്നൊക്കെ വലിയ ഭാരമായിരുന്നു. ഏൽപ്പിക്കപ്പെട്ട ഒരു ധ്യാനം അപ്പാടെ ക്യാൻസൽ ചെയ്തു. കാര്യം സാധാരണഗതിയിൽ ഒത്തിരി അന്വേഷിച്ച് ഞാൻ പോകാറില്ല. അവർ ക്യാൻസൽ ചെയ്തു എന്ന് മാത്രം ചിന്തിച്ചു. എന്നാൽ പിന്നീട് മനസ്സിലായി, ഇങ്ങനെയൊരു കമൻ്റ് അതിൻ്റെ പിന്നിൽ വന്നു. ആ അച്ഛന് മുഴുവൻ സമയം പാട്ട് മാത്രമേ ഉള്ളൂ, പറയാനൊരു വചനം പോലുമില്ല, അതുകൊണ്ടാണത് ക്യാൻസൽഡായി പോയത്. എന്നാൽ വാത്സല്യമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, അന്ന് നിഷേധിക്കപ്പെട്ടപ്പോൾ സംഗീതത്തിലൂടെ സുവിശേഷ വേല ചെയ്യാൻ ഒരു ശ്രമം, ഒരു എളിയ ശ്രമം നിരന്തരം കത്തുന്ന ഒരു വിളക്ക് പോലെ മനസ്സിൽ സൂക്ഷിച്ചതുകൊണ്ട് ഇന്ന് നിങ്ങൾ എൻ്റെ പേര് മാറ്റി നിർത്തി ചിന്തിക്കുക. വെറുതെ തുപ്പുന്നത് പോലെ, എന്ന് വെച്ചാൽ തുപ്പല് വായിൽ നിന്ന് ചാടുന്നത് പോലെ വെറുതെ പുറത്തേക്ക് തുപ്പൽ തെറിക്കും പോലെ വന്ന പാട്ടുകൾ പോലും ലോകത്തെ വിടുവിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നു. സുവിശേഷത്തിൽ, സംഗീതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, സംഗീതത്തിൽ ദൈവത്തിൻ്റെ വിടുതലുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 20 വർഷമായി നിങ്ങളെ ഇപ്പോൾ കുറച്ചെങ്കിലും പേര്, നിങ്ങളിൽ ഒരു 10-100 പേർക്ക് എന്നെ അടുത്തറിയാമായിരിക്കും. ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോണി ഉൾപ്പെടെ, ബോണിക്ക് പോലും സത്യത്തിൽ നേരിട്ട് മുമ്പ് എന്നെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എങ്കിലും എൻ്റെ പാട്ടുകൾ നിങ്ങൾ കുറച്ച് പേർക്കറിയാം. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ ശബ്ദം ഇങ്ങനെ കറുമുറ ശബ്ദമാണ്. ഒരിക്കലും വൃത്തിക്ക് പാടാൻ എനിക്ക് പറ്റത്തില്ല. കഴിഞ്ഞ ജീവിതത്തിൽ 46 വർഷങ്ങൾക്കിടയിൽ എൻ്റെ 35 വർഷങ്ങളും എൻ്റെ ശബ്ദം തിരിച്ചു കേൾക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഞാൻ അഭിനയിക്കുന്നതല്ല. ഇറ്റ് വാസ് സോ ഹോറിബിൾ ടു മീ. എനിക്കത് കേൾക്കാൻ പറ്റാത്ത വിധം എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. ആരെങ്കിലും എൻ്റെ പാട്ടോ മറ്റോ ശബ്ദമോ മറ്റോ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചിട്ടാൽ ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ പോലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചുമ്മാതെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, സംഗീതത്തിലൂടെ വെളിപ്പെടുന്ന സുവിശേഷ വേലയുടെ പ്രകാശം വെളിപ്പെടുത്തുന്ന ഒരു കാലം വരണമേ. ഹല്ലേലൂയ. മനസ്സ് ചതഞ്ഞ് ഞെരുങ്ങി തകർന്ന് ആത്മാവിൻ്റെ പ്രജ്ഞ അറ്റുപോകുന്ന ചില ദിനരാത്രങ്ങളിൽ കണ്ണിൻ്റെ മുമ്പിലെ ഭാരങ്ങളും കെടുതികളും കണ്ണീരും ഒറ്റയ്ക്ക് തുഴഞ്ഞിട്ടും നീങ്ങാതെയും ഒറ്റയ്ക്കിടിച്ചിട്ടും മാറാതെയും വന്ന് ആത്മാവ് കെട്ടുപോകുമെന്ന് തോന്നിയപ്പം, കണ്ണിൻ്റെ മുമ്പിൽ അന്ധകാരം മാത്രം കണ്ടപ്പം, മനുഷ്യനിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്നറിഞ്ഞ്, മനുഷ്യരോട് എനിക്ക് വലിയ സ്നേഹമാണ്, എന്നെ കുത്തിയവരുണ്ട്, മാറ്റി നിർത്തിയവരുണ്ട്, ഒഴിവാക്കിയവരുണ്ട്, ഞാൻ ഗ്രീറ്റ് ചെയ്തിട്ട് പോലും സംസാരിക്കാത്ത ജനങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാരെ ഈ 46 വർഷങ്ങൾക്കിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടെ നിന്നവരോട് സംസാരിച്ചെന്നെ അവഹേളിച്ചവർ ആയിരക്കണക്കിന്, ഞാൻ ചുമ്മാതെ പറയുകയല്ല. അവിടെയൊക്കെ അങ്ങനെ ജാള്യതയോടെ എൻ്റെ കവിളൊക്കെ വിറയ്ക്കുമ്പം ഞാൻ അവിടെ നിന്ന് എന്നെ ഒഴിവാക്കിയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിഷ്ടമാണ് മനുഷ്യരെ. അങ്ങനെ മനുഷ്യൻ്റെ ആശ്രയം കൊണ്ട് കാര്യമില്ലെന്നറിഞ്ഞ 2.5 വർഷം മുമ്പ് ഒരു വേദനയിലിരിക്കുമ്പം ബൈബിൾ ഒരു സമാശ്വാസത്തിന് വേണ്ടി തുറന്നപ്പം ദൈവം തന്ന വചനം ഹബക്കുക്ക് 1:5 പറഞ്ഞാൽ, A most incredible deed shall be performed by the grace of God.
വിതിൻ ഡേയ്സ്, ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നു. അത് പാട്ടായി പാടിയപ്പം 10,000 ലോകത്ത് സ്പർശിക്കപ്പെടുമ്പോൾ ദൈവം ഒരു കാര്യം ഓർമ്മിപ്പിച്ചു തരുന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ സാവൂൾ അഭിഷിക്തനായി വരുന്ന ഒരു ഭാഗമുണ്ട്. സാവൂളിന് അഭിഷേകത്തിന് കുറവുണ്ടോ? എണ്ണ ഒഴിച്ചില്ലേ? അഭിഷേകം കിട്ടിയില്ലേ? പ്രഖ്യാപനം നടന്നില്ലേ? ഒക്കെ നടന്നല്ലോ, ഒക്കെ നടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാവായ സാവൂൾ നോക്കണേ, രാജാവായ സാവൂൾ അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരുന്ന ഗിബയ ദൈവത്തിൻ്റെ മലയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ, പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യ ഉപകരണങ്ങളോടുകൂടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും. അത് സാമുവേൽ പറഞ്ഞേൽപ്പിച്ചതാ. നോക്കണം, അഭിഷേകം ചെയ്ത സാമുവേൽ സാവൂളിനോട് പറയുകയാണ്, യു ഹാവ് ബീൻ ഓർഡൈൻഡ്, ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ നിന്നിൽ ദൈവം തന്ന ഈ അഭിഷേകം ജ്വലിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് ഏത് മൊമെൻ്റ് ആണെന്നറിയാമോ? അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവശിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, നീ മറ്റൊരു മനുഷ്യനായി മാറും. ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ബൈബിളിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു, പ്രവാചകനായ എലീശയ്ക്കൊരു മനംമടുപ്പും വരൾച്ചയും അഭിഷേകത്തിൽ കുറവും വന്നപ്പോൾ എലീശ പറഞ്ഞു, വിളിക്ക്, പാട്ടുകാരനെ വിളിക്ക്. പാട്ടുകാരൻ വീണമിട്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം എലീശയ്ക്ക് ഒരു പുതിയ വെളിപാട് നൽകിയിട്ട് എലീശ പറയുകയാണ്, മഴ പെയ്യാതെയും കാറ്റ് വീശാതെയും നാളെ നമ്മുടെ കിണറുകളിൽ വെള്ളം പൊങ്ങും. പ്രിയപ്പെട്ട സഹോദര, സംഗീത ശുശ്രൂഷയിലൂടെ ഒരു പുതിയ അഭിഷേകം വ്യാപരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളോർക്കും, ഇവിടെയുള്ള എന്നോട് ഈ വിഷയം പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനോട് ചേർത്ത് പറയുന്നത്. എൻ്റെ വാത്സല്യമുള്ള സുവിശേഷകരെ, ഈ ശുശ്രൂഷയുടെ ആദ്യത്തെ 7-8 മിനിറ്റ് ഞാൻ പൊതുവായി സംസാരിച്ചെങ്കിലും ഇപ്പോൾ ഈ ചെറിയ ശുശ്രൂഷയിൽ ബാക്കി ഭാഗത്ത് ഞാൻ ഈ സംഗീത ശുശ്രൂഷയെ പുതിയതായി പരിചയപ്പെടുത്താൻ കാര്യം, നിങ്ങൾക്ക് മറ്റൊന്നും തോന്നരുത്. സുവിശേഷം മാത്രം പറയുന്ന പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ നടത്തുന്ന വലിയ ശുശ്രൂഷകരെ കുറ്റപ്പെടുത്തുകയല്ല. ഒരിക്കലും ഗാന ശുശ്രൂഷകരെ നമ്മുടെ ശുശ്രൂഷകളെ സഹായിക്കുന്ന തൽക്കാലം പുട്ടിന് പീര പോലെ. സന്തോഷ് ബ്രദറെ, അച്ഛൻ വന്നോ? ഇല്ല, ഒരു പാട്ടോടെ പാടിക്കൂ. അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഗാന ശുശ്രൂഷ. ഒരിക്കലും അത് ശുശ്രൂഷയുടെ കഴമ്പും കാതലുമാണ് എന്ന് വലിയ ശുശ്രൂഷകരെല്ലാം ഏറ്റെടുത്ത് പറയണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, സ്ക്രാച്ചുള്ള ഈ ശബ്ദമുള്ള എളിയ ഈ ദാസൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ലോകോത്തരമല്ലെങ്കിലും അതിലൂടെ മറിയം പാടി സ്തുതിച്ച ഒരു ആനന്ദം ദൈവം തരുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് 6 വർഷം മുമ്പ് 5 വർഷം മുമ്പ് പാട്ടിനെ പ്രതി ശുശ്രൂഷ മുടക്കിയ ആ നാട്ടിൽ, വേറൊരു നാട്ടിലല്ല, പാട്ടുപാടുന്നു എന്ന കാരണത്താൽ വചനം പാടി അഭിഷേകം കൊടുക്കുമ്പോൾ ഇതാ കർത്താവ് ശുശ്രൂഷകളെ ഉയർത്തും. അതിനാൽ എന്നെ കേൾക്കുന്ന വിശുദ്ധരും ശ്രേഷ്ഠരും ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നതുമായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സത്യത്തിൻ്റെ പൂർണ്ണതയുള്ള നമ്മൾ, ദൈവം കനിഞ്ഞുയർത്തിയ സഭയിലെ മക്കൾ ഈ സംഗീത ശുശ്രൂഷ എടുത്തുപയോഗിച്ചാൽ വെളിപ്പെടാൻ പോകുന്ന ശക്തി വാത്സല്യമുള്ള സഹോദരങ്ങളെ, അത് ഇൻക്രെഡിബിൾ ആയിരിക്കും. നിങ്ങളത് കാണുക തന്നെ ചെയ്യും. അത് ഇൻക്രെഡിബിൾ ആയിരിക്കും. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഞാൻ മറ്റൊരർത്ഥത്തിൽ പറയുകയല്ല, സുവിശേഷ വേലയെക്കുറിച്ച് പറയണമെന്ന് എന്നോട് വരപ്പെട്ട സന്തോഷം സൂചിപ്പിച്ചിരുന്നു. എങ്കിലും പാട്ടിലൂടെയുള്ള കാര്യം പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നുകൊണ്ട് എനിക്ക് ആ ഭാഗം അറിയില്ല, ഞാൻ ഏറ്റു പറയുന്നു. എങ്കിലും ദിനവൃത്താന്ത പുസ്തകം നിങ്ങളൊന്ന് വായിച്ചാൽ അവിടെ ഗായകരുടെ ശുശ്രൂഷയെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ഗാന ശുശ്രൂഷക, ഇനി മുതൽ നീ ഒരു പ്രവാചകന്റെ സ്ഥാനത്ത് നിൽക്കുകയും വേണം. ഗാന ശുശ്രൂഷക, നീ ഒരിക്കലും
നീ ഒരിക്കൽ പോലും നിന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ പാടരുത്. ഇതൊക്കെ അറിയാവുന്ന കാര്യം. ഗാന ശുശ്രൂഷക, നീ 5 മിനിറ്റേ പാടുകയുള്ളൂ എന്ന് ശടിക്കരുത്. ഗാന ശുശ്രൂഷക, നിന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകന് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നിന്റെ ജീവിതം നീ കീറിയെടുത്ത് കൊടുക്കാനും പഠിക്കണം. കാരണം നീയും രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിക്കേണ്ടവനാണ്. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. മിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. യേശു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവമെന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണിത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ. പുത്തനൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുവിൻ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. Thank you.